അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല യാത്രകളും പോകുന്നവരാണ്. ഈ യാത്ര പോകുന്ന സമയത്ത് നമുക്കൊക്കെ അനുഭവമുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. ഒന്ന്, നമുക്ക് യാത്ര പോകുന്ന സമയത്ത് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് കരുതി അടുത്തുള്ള പള്ളിയിലേക്ക്, അവിടെ ബാത്റൂം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ആ പള്ളിയിലേക്കൊന്ന് കയറി നോക്കും. പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക്. പള്ളിയുടെ കോമ്പൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമൊക്കെ ഉണ്ടാവും. 2, 3, 4 ബാത്റൂമുകളൊക്കെ നിരനിരയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ബാത്റൂമുകൾ മുഴുവനും പൂട്ടിയിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. പല മഹല്ല് കമ്മിറ്റിക്കാരും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. ബാത്റൂം പൂട്ടിയിടുക. എന്തിനാണ് ബാത്റൂം? ആവശ്യമുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനാണല്ലോ ബാത്റൂം എന്ന് പറയുന്ന സംഭവം. അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൂട്ടിയിട്ട നിലയിൽ പല പള്ളി ഭാരവാഹികളും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് തീർത്തും ശരിയല്ലാത്ത തെറ്റായ ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ഒരാളും ചെയ്യരുത്. കാരണം ഒരാൾ ഇതുപോലെയുള്ള അവരുടെ പ്രാഥമിക കർമ്മത്തിന് വേണ്ടി പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രതീക്ഷയോടുകൂടെ വരുമ്പോൾ അത് പൂട്ടിയിട്ടതായിട്ട് കാണുമ്പോൾ അവർക്ക് വലിയൊരു പ്രയാസം അതിലൂടെ ഉണ്ടാകും. നമ്മുടെ മഹല്ലത്തുകളൊക്കെ എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്. അതുപോലെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, പള്ളിയുടെ ഫാനുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ സ്വിച്ചിട്ടാൽ പോലും കറങ്ങാത്ത രീതിയിൽ ഫാനുകൾ, അതിന് മെയിൻ ഒരു സ്വിച്ച് ഉണ്ടാവും. ജമാഅത്തിൻ്റെ സമയത്ത് മാത്രം അത് ഓൺ ചെയ്യും, അല്ലാത്ത സമയങ്ങളിൽ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മുഅദ്ദിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, ജമാഅത്ത് കഴിഞ്ഞാൽ ഇത് ഓഫാക്കിയിടണമെന്ന്. അദ്ദേഹം അത് മുറ പോലെ ചെയ്യുന്നുണ്ടാവും, കാരണം കമ്മിറ്റിക്കാരത് പറഞ്ഞതല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ആ മെയിൻ സ്വിച്ച് അവിടെ ഓഫ് ചെയ്യും. പിന്നീട് നിസ്കരിക്കാൻ വരുന്ന ആളുകൾ മുഴുവനും ഫാനിൻ്റെ കാറ്റോ ഒന്നുമില്ലാതെ, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഇനി വരാൻ പോകുന്നത് കഠിനമായ ചൂടിലേക്കാണ്. ഈ ചൂടുള്ള സമയത്ത് പോലും ഒരു പള്ളിയിൽ കയറിയാൽ ഫാൻ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പള്ളികളെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല. എല്ലാവരും നിസ്കരിക്കാൻ വരികയാണ്, ജമാഅത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഫാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന നമ്മൾ ആരും വെക്കരുത്. നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ ആ ചൂടിൽ നിസ്കരിച്ച് പ്രയാസപ്പെട്ട് നിസ്കരിച്ച് പോകുന്നതിന് പകരം നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഫാനുകളൊക്കെ അവെല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ആക്കി വെക്കണം. നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ഇതൊക്കെ അനുഭവിക്കട്ടെ, ഉപയോഗപ്പെടുത്തട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ പള്ളിക്കാടുകളൊക്കെ, ഖബർസ്ഥാനുകളൊക്കെ എങ്ങനെയായിരിക്കും? കാടൊന്നും വെട്ടാതെ ആകെ പുല്ലുകളും മറ്റും ഒക്കെ ഉയർന്ന് പൊങ്ങി ഒരു മനുഷ്യനങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഖബർസ്ഥാനുകളുടെ അവസ്ഥയാണത്. പല മഹല്ലത്തുകളിലും ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണം ഭാരവാഹികൾ. കാടൊക്കെ വെട്ടിക്കൊണ്ട് ആളുകൾക്ക് ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ളത് അത് കമ്മിറ്റി ഭാരവാഹികളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു അവസ്ഥയിലേക്ക്, ഇങ്ങനെ കാടൊക്കെ മൂടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പള്ളിക്കാടുകളെ എത്തിക്കരുത്, നമ്മുടെ ഖബർസ്ഥാനുകളെ എത്തിക്കരുത് എന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹല്ല് എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് മഹല്ലത്തിൽ നടക്കാൻ പാടുള്ളൂ. ആളുകൾക്ക് എതിരാകുന്ന പൊതു മുതലാണല്ലോ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫാനാണെങ്കിലും ബാത്റൂം ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ സജ്ജീകരിച്ച് വെക്കൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് പല മഹല്ലുകളും ഇതിൽ നല്ല ഉത്ബുദ്ധരാണ്. അവരുടെ മഹല്ലുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ, പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെയുള്ള കമ്മിറ്റിക്കാർ നല്ല ഉഷാറാണ്, അവരെല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ആളുകളെയും, പള്ളിയിലേക്ക് കയറി വരുന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കി വെച്ച്, ഫാന് വേണമെങ്കിൽ ഫാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, ബാത്റൂമുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സജ്ജീകരിച്ച് വെച്ച് നല്ല ഭംഗിയോടുകൂടെ നല്ല വൃത്തിയോടുകൂടെ പള്ളിയെയും പരിസരത്തെയും കൊണ്ടു നടക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.
ഇത്തരം കമ്മിറ്റി ഭാരവാഹികളെ പോലെയാണ് നമ്മളെല്ലാവരും ആവേണ്ടത്. ഇനി മുതലെങ്കിലും നമ്മുടെ മഹല്ലത്തുകളിൽ വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സ്വഭാവവും നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയും ഇനി മുതലുണ്ടാവൂല എന്ന് ഓരോ കമ്മിറ്റി ഭാരവാഹികളും പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.